നമസ്കാരം. പ്രശസ്തരായ വ്യക്തികളുടെ ജീവിതത്തിലെ അറിയപ്പെടാത്ത ചില പ്രശസ്ത കഥകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഭാരതത്തിൻ്റെ ആത്മീക രംഗത്തെ ഒഴിച്ചുകൂടാനാവാത്തൊരു പേരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. 19-ാം നൂറ്റാണ്ടിൽ ഭാരതം കണ്ട പ്രമുഖ ആധ്യാത്മിക ആചാര്യനായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. 1866 അദ്ദേഹം കൊൽക്കത്തയിൽ ഗംഗാനദിയുടെ തീരത്ത് പുതിയതായി പണികഴിപ്പിച്ച ഒരു ആശ്രമത്തിലെ പൂജാരിയായി ധനിക വിധവയായിരുന്ന റാണി രസമയിയാണ് ധാരാളം പണം ചെലവഴിച്ച് ആ ക്ഷേത്രം നിർമ്മിച്ചത്. അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നു. പരമ്പരാഗത സ്വത്തായി ലഭിച്ച വിഗ്രഹത്തോട് റാണി രസമയിക്ക് പറഞ്ഞാൽ തീരാത്ത ഹൃദയബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം ആ ക്ഷേത്രത്തിലെ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം താഴെ വീഴുകയും അതിൻ്റെ ഒരു കാൽ ഉടഞ്ഞു പോകുകയും ചെയ്തു. ഉടഞ്ഞ വിഗ്രഹം ആരാധനയ്ക്ക് യോജിച്ചതല്ലെന്നും അത് ഗംഗാനദിയിൽ എറിഞ്ഞ് പുതിയ വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കണമെന്നും പുരോഹിതർ ആവശ്യപ്പെട്ടു. റാണി രസമയിക്ക് ആ പുരോഹിതരുടെ ഉപദേശം അത്ര സ്വീകാര്യമായില്ല. അവർ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്തെത്തി. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആ പുരോഹിതരെ വിളിച്ചു വരുത്തി. പുരോഹിതരോടായിട്ട് പറഞ്ഞു, പുരോഹിതരെ, റാണി രസമയിയുടെ മരുമകൻ ഇപ്പോൾ കാലൊടിഞ്ഞ് കിടപ്പാണ്. നിങ്ങൾ പറയുന്ന തത്വമനുസരിച്ച് അയാളെയും ഗംഗയിലെറിഞ്ഞ് പുതിയൊരു മരുമകനെ കൊണ്ടുവരേണ്ടി വരുമല്ലോ. കൃഷ്ണവിഗ്രഹത്തിൻ്റെ ഉടഞ്ഞുപോയ കാൽ നന്നാക്കി അതുതന്നെ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. ആ വിഗ്രഹത്തെ റാണി രസമയി അത്രമാത്രം സ്നേഹിക്കുന്നു. അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം നന്നാക്കി അതുതന്നെ ആ പുരോഹിത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ജീവിതത്തിലെ കാലം മറക്കാത്ത ഒരു സംഭവകഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.